വെൽക്കം ടു ഏഗൾ ലേണിംഗ്. എൻ്റെ എല്ലാ മക്കൾക്കും ഏഗളിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓണപരീക്ഷയാണല്ലേ ഇങ്ങ് എത്തിയിരിക്കുന്നത്. ഓണപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം എങ്ങനെ നമ്മൾ എഴുതണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഏഗൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതെങ്കിലും നമുക്ക് പഠിക്കാനുള്ള, ഇപ്പോൾ 8ാം ക്ലാസ്സിലെ നിങ്ങൾക്കാണെങ്കിൽ അടിസ്ഥാന പാഠാവലിയിൽ 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ അതിപ്പോൾ മലയാളം ഫസ്റ്റ് ആണെങ്കിലൊക്കെ ഏതെങ്കിലും കഥയോ കവിതയോ ഒക്കെ തന്നിട്ട് അതിലേതെങ്കിലും സന്ദർഭമോ സംഭാഷണമോ തന്നിട്ട് നിങ്ങളെടുത്ത് എന്ത് ചോദിക്കും? അവിടെ തെളിയുന്ന ആ വ്യക്തിയുടെ ഭാവം എന്ത്, അല്ലെ, അയാൾ ആ പറഞ്ഞപ്പോൾ അയാളുടെ ഭാവം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ കൃത്യമായിട്ട് എന്താണ്, നമുക്ക് ഓപ്ഷനിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റണം. ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടുന്ന് പോയി കളയാം, വല്ല മലബാറിലും പോകാം, അല്ലെ? ആരാ പറയുന്നത്? റാഹിൽ അച്ഛനോട് പറയാണ്, അല്ലെ? മാർക്കോസ് ചേട്ടനോട് പറയാണ്. കൃഷി ചെയ്യാൻ ഭൂമിയുമില്ല, ചെയ്യുന്ന വകയൊട്ട് ചെയ്യിക്കുകയുമില്ല, അല്ലെ? എതിർത്തതാണ് ആ വാഴവെട്ട് എന്ന് പറയുന്ന കഥയിലുള്ളതാണ്. ഈ വാക്യത്തിൽ തെളിയുന്ന ഭാവം കണ്ടോ? ആ ഒരു സംഭാഷണത്തിൽ തെളിയുന്ന ഭാവം എന്താണ്? അവിടെ ഒരു തമാശയാണോ, അല്ലെങ്കിൽ അവിടെ ഒരു ദുഃഖമാണോ, പരിഹാസമാണോ, എന്താണ്? അങ്ങനെ പോയി കളയാം എന്ന് പറയുന്നതിലുള്ള ഭാവം എന്താണ്? പരിഹാസം, ആഹ്ലാദം. എന്തായാലും ആഹ്ലാദം അല്ല എന്നറിയാലോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? എന്തൊക്കെ അല്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിച്ചേരും. അപ്പം ആഹ്ലാദമല്ല, പ്രതിഷേധമാണോ? അതാകാനുള്ള സാധ്യതയുണ്ടല്ലേ? ആകാംക്ഷയാണോ? എന്തിലെങ്കിലുള്ള ആകാംക്ഷയാണോ? ഒരിക്കലും അല്ല. അപ്പം പരിഹാസവും പ്രതിഷേധവുമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു പരിഹാസമായിട്ട്, അല്ലെ, നമുക്ക് എവിടെയെങ്കിലും പോയി കളയാം, അവളൊരു പരിഹസിക്കുകയാണോ? അല്ല, അവളുടെ ഗതികേട് കൊണ്ട് അവൾ പറയുന്നതാണ്. അപ്പൊ എന്താണ്? പ്രതിഷേധമാണ്. അങ്ങനെ വേണം നമ്മൾ ഉത്തരം കണ്ടെത്താൻ. എന്തൊക്കെയല്ല എന്ന് നോക്കുക, എന്നിട്ട് കൂടുതൽ സാധ്യതയുള്ളത് ഏതിനായിരിക്കാം എന്ന് ചിന്തിച്ചിട്ട് വേണം. 1 മാർക്ക് അല്ലേ, ഇല്ലേ, ഇതാണ് ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കുക, എന്നിട്ട് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ മൂന്നാമത് എന്ന് തന്നിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞതിന്റെ മുൻവർഷമൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. അവിടെ മാതൃക പോലെ പിരിച്ചെഴുതുക. മാതൃക എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വാഴച്ചുവടാണ് തന്നിട്ടുള്ളത്. കണ്ടോ? അപ്പൊ 2 ചായാണ്. അപ്പൊ കൃത്യമായിട്ട് ഏതാണോ ആ വാക്ക്, അതായത് ഇവിടെ സമസ്ത പദമാണ് തന്നിട്ടുള്ളത്. 2 വാക്കുകൾ കൂടിച്ചേർന്ന് ഒറ്റ പദമാക്കി തന്നതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് പിരിച്ചെഴുതുകയാണ്. അപ്പൊ പിരിച്ചെഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വേർഡ് എന്താണോ അത് തന്നെ നിങ്ങൾ എഴുതണം. എന്താണ് ഇവിടെ? വാഴച്ചുവട്. ചുവട് എന്നാണോ എഴുതുക? അല്ല, വാഴയുടെ ചുവടാണ് വാഴച്ചുവട്. ഇവിടെ വിഗ്രഹാർത്ഥാണ് ചോദിച്ചത്. പിരിച്ചെഴുതാണെ നമ്മൾ എന്തെഴുതും? വാഴ അധികം ചുവട്. അപ്പൊ വാഴച്ചുവട് എന്ന് പറയുന്ന നേരം വാഴയുടെ ചുവടാണ്. വാഴയുടെ ചുവട്ടിനെയാണ്, അതായത് അടിഭാഗത്തെയാണ് വാഴച്ചുവട് എന്ന് പറയുന്നത്. അപ്പൊ അവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയാൽ നമുക്കത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഒന്ന് നോക്കിയേ. ജീവിതാവസ്ഥ ആദ്യം പിരിക്കുക, എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. എന്താ ജീവിതാവസ്ഥ? എങ്ങനെ പിരിക്കുക? ജീവിതവും അവസ്ഥയും. ജീവിതം അധികം അവസ്ഥയാണ് ജീവിതാവസ്ഥയാകുന്നത്. അപ്പം എന്തിന്റെ അവസ്ഥ? ജീവിതത്തിന്റെ അവസ്ഥ. അപ്പൊ ജീവിതാവസ്ഥ ജീവിതത്തിന്റെ അവസ്ഥയാണ്. എന്താണ്? ജീവിതത്തിന്റെ അവസ്ഥ. ജീവിതത്തിന്റെ അവസ്ഥയാണ് എന്ത്? ജീവിതാവസ്ഥ. അപ്പൊ മനസ്സിലായല്ലോ. ഇനി ഇതേമാതിരി ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് തരാം. ഇവിടെ നോക്കിയേ നിങ്ങൾ, എപ്പോഴും നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വാക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനെ നമ്മളോട് അതിന്റെ എന്താ പറയാ, പിരിച്ചെഴുത്താണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വാഴച്ചുവട്ടിൽ എന്നുള്ളത് വാഴ അധികം ചുവട്ടിൽ തന്നു, കൃത്യമായിട്ട് അത് പിരിച്ചു. അതുപോലെ നിങ്ങൾ അടിയിലുള്ള ചുവടെ നൽകിയിട്ടുള്ളത് നോക്കിയേ, അത്യധ്വാനം എന്നാണ്. ഇത് നമ്മൾ എങ്ങനെയാ പിരിക്കുക? അത്യധ്വാനം എന്ന് പറയുന്നത് അധികം അധ്വാനമാണ് എന്താകുന്നത്? അത്യധ്വാനമാകുന്നത്. കൺഫ്യൂഷൻ വന്നില്ലേ? അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. അതിയായിട്ടുള്ള, അതാണ് അതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ്വാനമാണ് എന്താകുന്നത്? അത്യധ്വാനമാകുന്നത്. വാഴക്കൂട്ടം അപ്പോഴെന്താകും? വാഴ അധികം
കൂട്ടം അല്ലെ, ഒറ്റക്കായേ പാടുള്ളൂ, കൂട്ടിച്ചേരുന്ന സമയത്തെ രണ്ട് ക ഉണ്ടാകൂ. അത് നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ പിരിച്ചെഴുത്തും പഠിച്ചു, വിഗ്രഹാർത്ഥവും പഠിച്ചു, ഭാവം കണ്ടെത്താനും നമ്മൾ പഠിച്ചു. അടുത്തത് നിങ്ങളൊന്ന് നോക്കിയേ. ഈ ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്താ പറയുക ക്ലാസ് ടെസ്റ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ എന്താണ് വാക്യശുദ്ധി? താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിലെ തെറ്റുകൾ പരിഹരിച്ച് ശുദ്ധമായ വാക്യം എഴുതുക. അപ്പൊ ശുദ്ധമായ വാക്യം എഴുതുക എന്ന് പറയുന്ന സമയത്ത് വാക്യശുദ്ധി തന്നെയാണ് എന്ത് അവിടെ അർത്ഥമാക്കുന്നത്. എന്താണ് വാക്യശുദ്ധി? എങ്ങനെയാ വാക്യശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്യം വായിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വിരഹത തോന്നും. അതായത് എന്തൊക്കെയോ എന്താ പറയാ, എന്തൊക്കെയോ മിസ്സിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെയോ അവിടെ കൂടിച്ചേർന്നത് പോലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ഒരു വിരസത തോന്നാതെ ഒരു അരോചകവും ഇല്ലാതെ അത് നമുക്ക് വളരെ എന്താ പറയുക ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റണം. അങ്ങനെ എന്താ പറയുക ഒരു വാക്യത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാക്യശുദ്ധി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ വാക്യം നോക്കിയ നിങ്ങൾ, ഏറെ ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. എന്താണ് എന്താ പറയാ വേറെ ഗത്യന്തരം, വേറെ മറ്റൊരു ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ട്. വേറെ എന്ന് പറയുന്നേരം തന്നെ ഗത്യന്തരം എന്ന് വെച്ചാൽ എന്താ, വേറെ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ വേറെ എന്നുള്ളത് എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ട അല്ലെ. വേറെ ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കോസ് ചേട്ടൻ വാഴകൾ വെട്ടാൻ ഇറങ്ങിത്തിരിച്ചതിന് കാരണം. കണ്ടോ, പറയുന്ന സമയത്ത് തന്നെ നമുക്കൊരു അരോചകമില്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാം? വേറെ എന്ന് വേണ്ട അല്ലെ, ഗത്യന്തരം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു അവസ്ഥയും ഇല്ല എന്ന് തന്നെ. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി, ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കോസ് ചേട്ടൻ വാഴകൾ വെട്ടാൻ ഇറങ്ങിത്തിരിച്ചത്. അത് മതി, ഇറങ്ങിത്തിരിച്ചത്. കണ്ടോ, തിരിച്ചതിന് കാരണം എന്നൊക്കെ എക്സ്ട്രാ ആയിട്ട് അതിന്റെ കൂടെ വാക്കുകൾ ചേർക്കേണ്ട. അപ്പൊ കൃത്യമായിട്ട് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി അതിനെ ഒന്ന് ചിട്ടപ്പെടുത്തി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാക്യശുദ്ധി. ഇങ്ങനെ ചോദ്യം കണ്ടാലും ചോദ്യത്തിന് മുന്നിൽ പതറരുത്, നല്ല രീതിക്ക് എഴുതിക്കൊള്ളണം. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായിട്ട് കമന്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.